ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു, അതാണ് വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരാത്തത്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വ്ലോഗാണ്ട്, നിങ്ങളെ ബോറടിപ്പിക്കാത്ത കുഞ്ഞു വ്ലോഗ്, അടിപൊളി റെസിപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ നല്ലൊരു പ്രഭാതം നിങ്ങൾ കണ്ടിരിക്കില്ലേ ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതാ ചായയൊക്കെ അതൊക്കെ കുടിച്ച് ഇതാ ഇഡ്ഡലി മാവാണ്. അപ്പോൾ നമുക്കതിലേക്ക് ചട്നി തയ്യാറാക്കണം. അതിനിടയിൽ പിള്ളേർ ഇതാ സ്കൂളിലേക്ക് പോകാനായിട്ട് മെല്ലെ മെല്ലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മദ്രസയിൽ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് രാവിലെ തന്നെ രണ്ടാളും പോയിട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇഡ്ഡലി മാവ് ഇതാ സെറ്റാക്കാൻ കേട്ടോ. ഇഡ്ഡലി മാവ് ഇതാ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ പേര് കമൻറ്റിലൂടെ അറിയിച്ചിരുന്നു കേട്ടോ, എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ. കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ അതും തന്നെയല്ല, വ്യൂസും കാര്യങ്ങളൊന്നും വീഡിയോസ് ഇടുമ്പോൾ ഉണ്ടാവാറില്ല. അതും ഒരു കാരണം തന്നെയാട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ മാവൊക്കെ ഇതാ വീത്തി ഇതാ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കണല്ലേ, അതിനുള്ള ഐറ്റംസൊക്കെ ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ മിക്സിയിലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് തൂളിക്കണ്ടേ, ഇതാ തൂളിച്ചിട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പാത്തൂസ് ഇതാ മദ്രസയിൽ പരീക്ഷയിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ മുമ്പ് പറഞ്ഞു, ഞാൻ പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സാരല്ലേ മോളെ, അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചതാ സ്കൂളിലേക്ക് പോകാനായിട്ട് ഫുഡൊക്കെ കൊടുത്തതാ. അവൾ ഇതാ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഇതാ കുറച്ച് തുണികളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് തിരുമ്പി വെച്ചിരുന്നു. അതൊക്കെ ഒന്ന് തോരയിടാനാട്ടോ പോകുന്നത്. പിന്നെ ഞാനിതാ ഞങ്ങളുടെ കുറുക്കഞ്ചേരി പോയതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് വ്യൂസ് അങ്ങോട്ട് കുറഞ്ഞു പോയിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, അടിപൊളി പുതിയ കാഴ്ചകൾ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഓപ്പൺ ആക്കൂ കൂട്ടുകാരെ. ദാ നല്ല കൊഴുത്ത് ചാറോട് കൂടിയുള്ള അടിപൊളി അയിലക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് ഉണ്ടാക്കിയ ശേഷം പിറ്റേ ദിവസം നോക്കിയപ്പോൾ ദാ കൊഴുത്ത ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പി കാണാമല്ലേ കൂട്ടുകാരെ? അടിപൊളി റെസിപ്പിയാണ്, നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം കേട്ടോ. ദാ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടോ. വെളിച്ചെണ്ണ നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഇതാ കൊച്ചുള്ളി ഒരു 10 ഇട്ട് എടുത്തിട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഒരു 3 മിനിറ്റോളം നല്ല രീതിയിൽ വാടി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് സെറ്റാക്കിയതാ കോരി മാറ്റിയിട്ടോ. ഇനി അടുത്തതായി തക്കാളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കാട്ടോ. അങ്ങനെ ഇതാ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് 3 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാലാണ് നമ്മുടെ തക്കാളിയുടെ എല്ലാ ഭാഗവും ഒന്ന് വാടി കിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ അങ്ങോട്ട് വാടി സെറ്റായി വരുന്നത് വരെ 3 മിനിറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്താ ഇളക്കി കൊടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇതാ 2 ഐറ്റവും ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് ഇതാ ഇതേ രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം അല്ലേ. മൺചട്ടിയിൽ തയ്യാറാക്കുന്ന കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല കട്ടിയേർന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല കട്ടിയേർന്ന തേങ്ങാപ്പാൽ വേണം നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഏറ്റവും അവസാനം നല്ല കട്ടി കുറഞ്ഞ പാലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചി പേസ്റ്റ് ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കൊടംപുളി കേട്ടോ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ കുതിർത്ത് വെച്ചോളെ, നല്ല രീതിയിൽ കഴുകി കുതിർത്ത് വെക്കണം. ചൂടുവെള്ളത്തിലിട്ടാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് കുതിർന്ന് കിട്ടും. മല്ലിപ്പൊടി ഇട്ട ശേഷം ഇതാ നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് കേട്ടോ ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുപ്പൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ, നമ്മൾ അടുപ്പ് ഓണാക്കാനായിട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം അല്ലേ. നല്ല രീതിയിൽ പുളി ഇറങ്ങി വരണം, നമ്മുടെ കുടംപുളിയുടെ പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരണം. മിളകിൻ്റെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മിളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദാ കണ്ടില്ലേ. ഇനി നമുക്ക് മീൻകറി സെറ്റാക്കാം കേട്ടോ. നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. മിളകിൻ്റെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മുടെ പുളിയൊക്കെ അത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കിയിട്ടോ തവി കൊണ്ട്
എന്നിട്ട് മൂടി വെച്ചു കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ഉഗ്രൻ കറിയായിരിക്കും കേട്ടോ. ഞാനിവിടെ കറിവേപ്പിലില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ട് കൊടുത്തു നല്ല രീതിയിൽ അങ്ങനെ മിക്സാക്കി ഇതാ മൂടി വെച്ചു. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ മീനൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാണാം നമ്മുടെ മീൻകറി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല, അത്രയും ടേസ്റ്റാണ്. നമ്മുടെ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്കൊന്ന് ടേസ്റ്റ് കൂട്ടിയാലോ. ഒരു പാൻ അടുപ്പത്തേക്കാലേ, എന്നിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൊച്ചിടി ഇതാ കുഞ്ഞു അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. വെളിച്ചെണ്ണ നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായപ്പോൾ ഇതായിട്ട് കൊടുത്തു. ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കിട്ടിയിട്ടോ. അപ്പം അത്യുഗ്രൻ കറിയില്ലേ, നല്ല രീതിയിൽ അങ്ങോട്ട് മൂപ്പിച്ച് ഇതാ കറിയിലേക്ക് അങ്ങോട്ട് വീത്തി കൊടുത്തിട്ടോ. അപ്പോൾ കൊഴുത്ത ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടും. ഞാനിത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. കുറച്ച് കറി ഇവിടെ ഉണ്ട്, സാമ്പാർ കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റെസിപ്പി എടുത്തതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ദാ മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസത്തെ കൊഴുത്ത ചാറോട് കൂടിയുള്ള മീൻകറി സെറ്റായി കിട്ടിയത് കാണണ്ടേ. ദാ നല്ല കൊഴുത്ത ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാ കൂട്ടുകാരും ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്കൊക്കെ നടിച്ച് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഫുള്ളായി കാണണം. ഫുള്ളായി കണ്ടാൽ മാത്രമാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. തീർച്ചയായും നിങ്ങളൊന്ന് ഫുള്ളായി കാണണം, എന്നാലാണ് അടുത്തൊരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ബൈ.